ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അതുപോലെ തന്നെ ക്രിപ്റ്റോയുടെ മൊത്തത്തിലുള്ള മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ചാനലിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിങ്ങൾക്കറിയാം, ഏകദേശം ടോപ്പ് എന്ന രീതിയിൽ 90,000 93,000 USD റേഞ്ചിൽ നിൽക്കുകയാണ്. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഇന്ന് ക്ലോസിംഗ് ആണ്. പക്ഷേ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡൗൺ എന്ന രീതിയിലോട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ 2 സപ്പോർട്ട് വരച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഗോൾഡിൽ. ഗോൾഡ് ഏകദേശം ഞായറാഴ്ച ഇന്ത്യൻ ടൈം എന്ന് പറയുന്ന 12 മണിക്ക് ശേഷം ഓപ്പൺ ആവുന്നതായിരിക്കും. അതനുസരിച്ച് ഗോൾഡിൻ്റെ പ്രൈസിൽ മാർക്കറ്റിൽ വേരിയേഷൻ വരുന്നതനുസരിച്ച് ബിറ്റ്കോയിൻ്റെ പ്രൈസിലും അതുപോലെ തന്നെ മറ്റുള്ള ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസിലും വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു സൈഡ് വേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു 4 ദിവസമായിട്ട് ഒരു 93,000 90,000 88,000 USD റേഞ്ച്, ഈ ഒരു റേഞ്ചിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്ത് വാച്ച് ലിസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോജക്റ്റ് ഞാൻ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. പലർക്കുള്ള ഒരു ഡൗട്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഇത്രയും പ്രോജക്റ്റ് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് കേട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്കിവിടെ ഇതിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ബെസ്റ്റ് ആയിട്ടുള്ള നല്ല പ്രോജക്റ്റ് ഏതാണ്, ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് അതിൽ ഏതാണ്, സെൽ ടാർഗറ്റ് ഏതാണ്, നിങ്ങൾക്കിവിടെ ഓരോന്നും കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എതീരിയം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എപ്പോഴും പറയാറുള്ളത് ട്രേഡേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ട്രേഡ് ചെയ്യുന്നവർക്ക് കൂടുതലും വോളിയം വേരിയേഷൻ വരുന്നതനുസരിച്ചിട്ടാണ് ഞാൻ എതീരിയം കൂടുതൽ പറയാറുള്ളത്. അതുപോലെ തന്നെ ബി എൻ ബി ഞാൻ എപ്പോഴും പറയാറുണ്ട്, വോളിയത്തിനനുസരിച്ച് മാറ്റം വരുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിനെന്നാണ് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാറുള്ളത്. ലൈറ്റ് കോയിൻ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട, നിങ്ങൾ ലോങ് ടൈമിന് വന്നിട്ട് ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ബൈ ചെയ്താൽ മതി. കാരണം അതിൻ്റെ അകത്ത് വലിയ രീതി വോളിയം വേരിയേഷൻ വരില്ല. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ലൈറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 88 USD റേഞ്ചാണ് നിൽക്കുന്നത്. 52 USD 55 USD വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പകുതി ലൈറ്റ് കോയിനെങ്കിലും താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത സൊളാന എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. 10 USDക്ക് താഴെ വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും 220 USD ആണ് വന്നിട്ടുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ പ്രോഫിറ്റ് പലർക്കും വന്നിട്ടുള്ളത് സൊളാനയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിവിടെ വാച്ച് ലിസ്റ്റിൻ്റെ നിങ്ങൾ നോക്കുക, ഞാൻ വെച്ചിട്ടുള്ള ഓർഡർ അതനുസരിച്ച് പലർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ മുമ്പുള്ള വീഡിയോ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കുകയും ചെയ്യാം. അടുത്ത് CET 0.025 തൊട്ട് ഞാൻ നിങ്ങളുടെ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. ഏകദേശം 0.10 നമ്മുടെ CET വന്നു, കണ്ടോ? അതും നല്ല രീതിയിൽ പ്രോഫിറ്റിലോട്ട് വന്നിട്ടുണ്ട്. അടുത്ത XRP പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. 0.40 നിങ്ങൾക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രൈസ് നോക്കുക, അതായത് 0.95 അടുപ്പിച്ചിട്ടാണ് നമ്മുടെ XRPയുടെ പ്രൈസ് നിൽക്കുന്നത്. അത് 100% പ്രോഫിറ്റ് കൂടുതലാണ്. അടുത്ത് ഷിബ ഏകദേശം 1200 വന്ന ടൈം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കുക, 150% മുകളിൽ പലർക്കും പ്രോഫിറ്റാണ്. ഏകദേശം 3000 വരെ പോയിട്ട് ഇപ്പോൾ ഏകദേശം 2506 നിൽക്കുന്നത്. ഇപ്പം പോലും 100% മുകളിലാണ് പ്രോഫിറ്റ്. പക്ഷേ പലർക്കും 150% വരെ പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഷിബ എന്ന് പറയുന്നത്. അടുത്ത് കാർഡിനയാണ് ഞാൻ വെച്ചിട്ടുള്ളത്, കണ്ടോ? കാർഡിനയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 0.30 ഞാൻ നിങ്ങളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്. 0.30 0.33 വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർഡിനയുടെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 0.75 ആണ്. ഏകദേശം അതും നമ്മുടെ 100% മുകളിൽ നല്ല രീതിയിൽ പ്രോഫിറ്റിലോട്ട് കാർഡിനോ വന്നിട്ടുണ്ട്. അടുത്ത് വെർജ് നിങ്ങൾ ഒരാഴ്ച മുമ്പേ ഞാൻ പറഞ്ഞ പ്രൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഒരു മാസം മുമ്പ് പറഞ്ഞ പ്രൈസ് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ പ്രോജക്റ്റാണ് വെർജ് ഇതിനു മുമ്പ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. വെർജിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.0030 പറഞ്ഞതാണ്. വെർജ് ഇന്നലെ പമ്പായി ഏകദേശം 0.0082 അടുപ്പിച്ച് പോയിട്ടുണ്ട്. 0082 അടുപ്പിച്ച് പോയിട്ടുണ്ട്. ഏകദേശം അതും 150% മുകളിൽ പ്രോഫിറ്റാണ് പലർക്കും. ഓക്കെ, ആവറേജ് നോക്കിയാൽ പോലെ 100% മുകളിൽ എല്ലാവർക്കും പ്രോഫിറ്റാണ്. അടുത്ത് EOS ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. EOS ഞാൻ നിങ്ങളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് 0.40 പലതവണ പറഞ്ഞതാണ്. 0.40 അല്ലെങ്കിൽ 45 നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന്. പമ്പാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.60 ആണ്. അത്ര വലിയ ഹൈയിലോട്ട് പോയിട്ടില്ല, എങ്കിൽ പോലും ഹൈ എന്ന രീതിയിൽ തന്നെയാണ് ട്രെൻഡ്. അടുത്ത് വെച്ചിട്ടുള്ള ഞാൻ ട്രോൺ ആണ്. ഈ ഓർഡർ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ട്രോൺ എന്ന് പറയുന്നത്
ഏകദേശം 0.180 0.19 ആണ്. ഞാൻ നിങ്ങളുടെ ബൈ ചെയ്യാൻ വേണ്ടി ട്രോൺ പറഞ്ഞത് ഏകദേശം ഈ ഒരു വീഡിയോ നല്ല ലെങ്ത് ആയിരിക്കും, സാധാരണ വീഡിയോ പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ട്രോണൊക്കെ എനിക്ക് തോന്നുന്നു 0.06 ആ ഒരു റേഞ്ച് തൊട്ടാണ് ബൈ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഏകദേശം ഏത് വർഷമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ട്രോൺ പറഞ്ഞത് 2022 നവംബർ 2022 0.05 0.06 റേഞ്ചൊക്കെ ലോങ് ടൈമിന് വേണ്ടി പറഞ്ഞതാണ്. കണ്ടോ ഏകദേശം. പക്ഷേ ട്രോൺ നമുക്ക് വളരെ പതുക്കെ മാത്രമാണ് പ്രോഫിറ്റിലോട്ട് വന്നത്. ഇനി അടുത്ത് ബാറ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്റ് ഇതിനു മുമ്പേ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ് ബാറ്റ് എന്ന് പറയുന്നത്. 0.15 ആണ് പറഞ്ഞത്. പക്ഷേ 0.20 അടുപ്പിച്ചായിട്ട് നമ്മുടെ ബാറ്റ് ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്നത്. അടുത്ത് ഡോഗി 0.06 ആണ് ഞാൻ ബൈ പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏകദേശം 0.44 വരെ പോയിട്ട് ഇപ്പോൾ 0.37 ആണ് നിൽക്കുന്നത്. ഡോഗി നല്ല രീതിയിൽ പ്രോഫിറ്റ് പലർക്കും വന്നിട്ടുണ്ട്. അടുത്ത് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന മറ്റൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഡോട്ടാണ്. ഡോട്ട് ഏകദേശം 4 USD വന്ന ടൈം 4 USDക്ക് താഴെ വന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 USD ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡോട്ട് വേണമെങ്കിൽ ബൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഡോട്ട് ഏറ്റവും ഹൈ എന്ന രീതിയിൽ 5.82 USD പോയിട്ട് ഇപ്പോൾ 5.22 USD ആണ് നിൽക്കുന്നത്. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വീണ്ടും ഹോൾഡ് ചെയ്യാവുന്നതാണ്. MXC ടോക്കൺ എന്ന് പറയുന്നത് 0.80 ഞാൻ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ $1 USDയിൽ ഏകദേശം $6 വരെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഡൗൺ എന്ന രീതിയിൽ $2.78 ആണ് നിൽക്കുന്നത്. പക്ഷേ അത് ഹൈയിലോട്ട് പോയിട്ടില്ല. MXC ടോക്കൺ ഡൗൺ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. സിലിക്കയും ബാറ്റും പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഒരുമിച്ചാണ് പറയാറുള്ളത്. 0.11 ആണ് നേരത്തെ പറഞ്ഞത്. അല്ലെങ്കിൽ 0.12 നിങ്ങൾക്ക് ബൈ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.19 ആണ് നമ്മുടെ സിലിക്ക പോയിട്ട് ഇപ്പം അതേ റേഞ്ച് തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത അയോട്ട നമുക്ക് നേരത്തെ നല്ല രീതിയിൽ പ്രോഫിറ്റ് തന്ന പ്രോജക്റ്റാണ്. അയോട്ടയുടെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 0.15 ആണ്. 0.10 അടുപ്പിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് വീണ്ടും വേണമെങ്കിൽ വന്ന് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.14 ഞാൻ പലതവണ മുമ്പ് അയോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.40 പോയ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് അയോട്ട സെല് ചെയ്യാം, ഇല്ലെങ്കിൽ ലോങ് ടൈം ഹോൾഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് ഫയൽ ടോക്കൺ എന്ന് പറയുന്നത് ഏകദേശം 3 USD വന്നൊരു ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ലോങ് ടൈം വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. അതിനുശേഷം ഫയൽ ടോക്കൺ ഏകദേശം $4.64 ആണ്. അടുത്ത് യൂണിസ്വാപ്പ് ടോക്കൺ എന്ന് പറയുന്നത് നമുക്ക് പലർക്കും എയർ ഡ്രോപ്പ് ആയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. യൂണിസ്വാപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം പലർക്കും ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പും എനിക്ക് തോന്നുന്നു 1 lakh 2 lakh ഒക്കെ INR ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് മാത്രമായിട്ട് ലാഭം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും എത്രയിലാണ് ബൈ ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 USD റേഞ്ചിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടോ ഇപ്പം 10 USD ആണ് നിൽക്കുന്നത്. 8 USD റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 10 വരെ ടോപ്പ് പോയിട്ടുണ്ട്. യൂണി ടോക്കൺ എന്ന് പറയുന്നത് നിങ്ങൾ ലോങ് ടൈം ഫോക്കസ് ചെയ്യുക. 100 USD ഒക്കെ വേണമെങ്കിൽ ക്രോസ് ചെയ്യാം. യൂണിസ്വാപ്പിൻ്റെ യൂണി ടോക്കൺ, അതുപോലെ തന്നെ പാൻകേക്ക് സ്വാപ്പ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ പോയി വാച്ച് ചെയ്യുക. അടുത്ത എതീരിയം ക്ലാസിക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എതീരിയം ക്ലാസിക് ലൈറ്റ് കോയിൻ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഫണ്ട് കൂടുതലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കൂടുതലാണ് തോന്നുന്നുവെങ്കിൽ ഇതിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾ ലോങ് ടൈമിന് വേണ്ടി ഫണ്ട് കുറച്ച് ബൈ ചെയ്ത് വെക്കുക. ഒരു 10 USDക്ക് എങ്കിലും ബൈ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ 16 USD റേഞ്ച് എതീരിയം ക്ലാസിക്കിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് 16 USDക്ക് ബൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 8 USDക്ക് ഇതിൻ്റെ പകുതിയെങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എതീരിയം ക്ലാസിക്കിൻ്റെ പ്രൈസൊക്കെ 100 USDക്ക് മുകളിൽ പോകാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വന്നിട്ട് 23 USD ആണ് നിൽക്കുന്നത്. ബൈ ചെയ്യരുത്. കാരണം റിസ്ക് ആണ്. ഡൗണിലോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് ഡൗണിൽ വീണ് കഴിഞ്ഞാൽ നഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം ആണ്. ഇനി അടുത്ത് നമ്മുടെ ലിങ്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് എപ്പോഴും പറയുന്നത് നിങ്ങൾ പകുതി അല്ലെങ്കിലും ഒന്നെങ്കിലും ബൈ ചെയ്ത് വെക്കുക. പക്ഷേ ലിങ്ക് 9 USD 8 USD ഒക്കെ വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലിങ്കെങ്കിലും ബൈ ചെയ്ത് വെക്കുക. 50 USDക്ക് മുകളിലൊക്കെ ഈസി ആയിട്ട് പോകാൻ സാധ്യത കൂടുതലാണ് ലിങ്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുവരെ ബൈ ചെയ്തതിൽ ഡൗൺ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. CSPR ഈ ഒരു പ്രോജക്റ്റ് മാത്രമാണ് ഡൗൺ. ബാക്കിയുള്ള എല്ലാ പ്രോജക്റ്റും നമ്മൾ പറഞ്ഞതെല്ലാം ഹൈയിലാണ്. പ്രോഫിറ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. CSPR എന്ന് പറയുന്ന പ്രോജക്റ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഇനി അടുത്ത് ഗല എന്ന് പറയുന്ന പ്രോജക്റ്റും നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷേ നേരത്തെ പ്രോഫിറ്റ് ഈ ഒരു പ്രോജക്റ്റ് ഗല കിട്ടിയിട്ടുണ്ട്. അടുത്ത ബൈയിൽ 0.15 എന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷം ഹൈയിലോട്ട് പോയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈയിലോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഗല എന്ന് പറയുന്ന ടോക്കൺ നിങ്ങൾ ഉറപ്പായിട്ടും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ താല്പര്യമുള്ളവർ ഹോൾഡ് ചെയ്ത് വെക്കുക.
ഇനി അടുത്ത് ഗേറ്റ് ടോക്കൺ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു 3.504 USD പോലും പറഞ്ഞിട്ടുണ്ട്. ലോങ് ടൈം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഏകദേശം 10 USD എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പേ നമുക്ക് ഗേറ്റ് ടോക്കൺ പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ഗേറ്റ് ടോക്കൺ എന്ന് പറയുന്നത് 2023 ജനുവരി ഞാൻ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊണ്ട് $2.84 3 USD. അതിനുശേഷം നമുക്ക് പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ വന്ന ടൈം എന്ന് പറഞ്ഞാൽ 2024 മാർച്ചാണ്. 11 USD വന്നിട്ടുണ്ടായിരുന്നു. കണ്ട ഇപ്പോൾ ഏകദേശം 9-10 USD റേഞ്ചാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് ടോക്കൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹൈയിൽ പോകുന്നതായിരിക്കും. അതായത് മുമ്പ് ഞാൻ നമ്മുടെ BNB കോയിൻ 25 USD ഉണ്ടായിരുന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിപ്പോൾ ഏകദേശം 630 അതിനു മുമ്പേ തന്നെ 700 ടച്ചായി. പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് ടൈമിന് വേണ്ടി. ഇനി അടുത്ത് നമ്മുടെ ടോൺ എന്ന് പറയുന്നത് ടെലിഗ്രാമിൻ്റെ ചാനലിൻ്റെ പ്രോജക്റ്റാണ്. ഏകദേശം ടോണിൻ്റെ പ്രൈസ് 2 USD 3 USD ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 8 USD വരെ പോയിട്ട് ഇപ്പോൾ 5 USD വരെയാണ്. ടോൺ എൻ്റെ അടുത്ത് പലരും പേഴ്സണലായിട്ട് കേട്ടിട്ടുണ്ട്. എത്ര വരെയാണ് ഞാൻ സെൽ ടാർഗറ്റ് പ്രതീക്ഷിക്കുന്ന ലോങ് ടൈമാണ് എൻ്റെ ടോൺ എന്ന് പറയുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത്. കാരണം എനിക്ക് കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു പ്രോജക്റ്റാണ് ടോൺ എന്ന് പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് കൂടിയാണ് ടോൺ എന്ന് പറയുന്നത്. ടോൺ ഏകദേശം നിങ്ങൾക്ക് ഒരു 50 USD 100 USD വരെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ലോങ് ടൈമിന് നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ. ഇതൊക്കെ വരുമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ ചാർട്ടൊക്കെ എടുത്ത് നോക്കുക, ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് എത്ര വരെയൊക്കെ പോയിട്ടുണ്ടെന്ന്. ഇനി അടുത്ത് അല്ലാതെ സ്പെഷ്യലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോണുമായി ബന്ധപ്പെട്ട് ട്രോൺ ഫാമിലിക്കകത്ത് വരുന്ന പ്രോജക്റ്റ് ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഞാൻ പല വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൺ നെറ്റ്വർക്കിനെ കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൺ എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.0050 ഒക്കെ ഉണ്ടായിരുന്ന പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, 0.45 വരെ പോയിട്ട് ഇപ്പോൾ 0.22 റേഞ്ചാണ് നമ്മുടെ സൺ നിൽക്കുന്നത്. സണ്ണ് മാത്രമല്ല, നമ്മുടെ ജസ്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റും പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ്. ഏകദേശം 0.2 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.2 അല്ലെങ്കിൽ 0.25 അത് ഏകദേശം 0.5 വരെ പോയിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മുടെ ബിറ്റോറൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം താല്പര്യമുള്ളവർക്കാണെങ്കിൽ വന്ന് ബൈ ചെയ്യാമെന്ന്. ഏകദേശം അവസാനത്തെ ഡിജിറ്റ് 40 പറഞ്ഞത്. ബിറ്റോറൻറ്റ് എന്ന് പറയുന്നത് 220 വരെ പോയിട്ട് ഇപ്പോഴും ഏകദേശം 111 നിൽക്കുന്നത്. ലോങ് ടൈം ഹോൾഡ് ചെയ്യുക. ബിറ്റോറൻറ്റ് എന്നൊക്കെ പറയുന്നത് ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുക. ഇനി അടുത്ത് OKB എന്ന് പറഞ്ഞ് നമ്മുടെ OKXൻ്റെ ഒരു പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞത് ഏകദേശം 20 USD താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ ചെയ്ത് ലോങ് ടൈമിന് അല്ലെങ്കിൽ 15 USD റേഞ്ചിലൊക്കെ താഴെ നിങ്ങൾക്ക് ലോങ് ടൈമിന് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ പകുതി OKB എങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 72 USD വരെയാണ് പോയത്. കാരണം OKB എന്നൊക്കെ പറയുന്നത് 200 USD മുകളിൽ അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ്. 10 USD ഉണ്ടായിരുന്ന ടൈം പോലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. OKB എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ പകുതിയെങ്കിലും ബൈ ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം 20 USD 10 USD 15 USD OKB ഉണ്ടായിരുന്ന ടൈം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം വന്നിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയ പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ KuCoinൻ്റെ പ്രോജക്റ്റ് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 2 USD 3 USD തൊട്ട് അത് പറഞ്ഞു തുടങ്ങിയതാണ് ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോഴത്തെ പ്രൈസ് പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക എത്രയാണെന്ന്. അതൊക്കെ 100 USD മുകളിൽ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇത്രയാണ് ഞാൻ ബാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പ്രോജക്റ്റ് ട്രോൺ ഫാമിലിയിൽ ഞാൻ പിന്നെ ഉൾപ്പെടുത്തിയ ഒരു പ്രോജക്റ്റാണ് HTX എന്ന് പറയുന്ന പ്രോജക്റ്റ്. HTX അവർ അഡാപ്റ്റ് ചെയ്ത ടൈം ട്രോൺ വന്നിട്ട് അഡാപ്റ്റ് ചെയ്ത സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. HTXൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ട്രോൺ ഫാമിലിയിൽ പുതിയൊരു മെമ്പർ കൂടി വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അടുത്ത ബിറ്റ്കോയിൻ്റെ പ്രൈസ് എങ്ങനെ ആയിരിക്കും എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഗോൾഡിൻ്റെ പ്രൈസ് ഓപ്പൺ ആവുന്ന ടൈം ഇവിടെ നിന്ന് നല്ല ക്രാഷിലോട്ട് വീഴുകയാണെന്ന് വെക്കുക. ഉടനെ സഡനായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീഴാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും വീഴാം. അതൊരു സിഗ്നലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചായിട്ട് ഷോർട്ടിലോട്ട് വേണമെങ്കിൽ വരാവുന്നതാണ്. ഇപ്പോൾ എന്തായിരുന്നാലും ബിറ്റ്കോയിൻ ആവട്ടെ, എതീരിയം ആവട്ടെ, BNB ആവട്ടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ ഉണ്ട്. പെർപെച്വലാണ് നിങ്ങൾ ഫ്യൂച്ചേഴ്സിൻ്റെ അകത്ത് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഫോക്കസ് വന്നിട്ട് നമ്മുടെ ബിറ്റ്കോയിൻ്റെ അകത്ത് ചെയ്യുന്നതായിരിക്കും എതീരിയത്തിനേക്കാളും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം ഫണ്ടിങ് റേറ്റിങ്ങിൻ്റെ അകത്തെല്ലാം നല്ല രീതിയിൽ വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് പെർപെച്വലാണ് ഫ്യൂച്ചേഴ്സാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ബിറ്റ്കോയിൻ്റെ അകത്ത് വന്നിട്ട് ചെയ്യുക. കാരണം 4 മണിക്കൂർ ടൈം ഫ്രെയിമിൻ്റെ അകത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡയറക്ഷനും വോളിയം നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ വന്നിട്ട് ട്രൈ ചെയ്യുക.
ഇനി കുറച്ച് പേർ കേട്ടിട്ടുണ്ടായിരുന്നു സൊളാനോ സെല്ല് ചെയ്യണമെന്ന്. സൊളാനോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. പക്ഷേ എൻ്റെ ലോങ് ടൈം ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 USDക്ക് പുറത്താണ്. സൊളാനോ ഇതേ ഒരു കണ്ടീഷനിൽ എക്കോ സിസ്റ്റത്തിലാണ് ഫോളോ ചെയ്ത് കുഴപ്പമില്ലാതെ പോവുകയാണെങ്കിൽ 1000 USD ഹിറ്റ് ആവുന്നതായിരിക്കും. പക്ഷേ മാർക്കറ്റ് ഡൗണിലോട്ട് വീഴുകയാണെങ്കിൽ വീണ്ടും സൊളാനോയുടെ പ്രൈസ് എന്ന് പറയുന്നത് 150-നും 100 USDക്കും താഴെ വരുന്നതായിരിക്കും. അതാണ് സൊളാനോയുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. അതുകൊണ്ട് സൊളാനോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 10 ക്വാണ്ടിറ്റി ഏകദേശം 100 USDക്കൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം നിങ്ങളുടെ കയ്യിൽ 10 എണ്ണം ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 ഒക്കെ വേണമെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി വേണമെങ്കിൽ ഇപ്പം ബുക്ക് ചെയ്യാവുന്നതാണ്, സെല്ല് ചെയ്യാവുന്നതാണ്. ബാക്കി വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്.